എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഷെസ്വാൻ നൂഡിൽസാണ്, സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ്. അപ്പോൾ ഇതൊരു ഏകദേശം 350 ഗ്രാം. ഞാൻ യൂസ് ചെയ്തത് ഈ ചിങ്സ് വെജിറ്റബിൾ ഹക്ക നൂഡിൽസാണ് ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗാർലിക്ക് കുറച്ചേറെ വേണം കേട്ടോ, ഗാർലിക് വേണം. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ സ്പ്രിങ് ഓണിയൻസ്, ഉള്ളി കളിപ്പിച്ചത്. ഇത്രയും സംഭവമാണ് ഞാനിതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത് സെസമി ഓയിൽ വെച്ചിട്ടാണ്, അഥവാ എള്ളെണ്ണ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇത് കണ്ടോ, വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം കണ്ടോ, ആ വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ നൂഡിൽസ് ഒന്നിട്ട് നമുക്കൊന്ന് വേവിക്കണം. അത് ഒരു പകുതിയെ വേവിക്കാൻ പാടുള്ളൂ, ഒരുപാട് വേവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഈ നൂഡിൽസ് അങ്ങനെ തന്നെ ഇടുകയാണ്. അതൊരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മതിയാവും. ഞാൻ നൂഡിൽസ് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സെസമി ഓയിലും കൂടെ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, ഞാനിങ്ങനെ ഇടുന്നെങ്കിൽ ഒരു കണക്കിനാണ് ഇടുന്നത് കേട്ടോ, ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പിടുകയാണ്. ഈ ഷെസ്വാൻ സോസ് ഇടുന്നത് കൊണ്ട് അതിന് കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് നമ്മൾ ആദ്യമേ ഇടരുത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപോലെ ഒന്ന് വെന്തോട്ടെ. ഇതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നൂഡിൽസ്. ഇത് ഏകദേശം ഇപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് വേകാനായിട്ട് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ബാക്കി നമുക്ക് വെജിറ്റബിളിനോട് ഇട്ടൊന്ന് വേവിക്കണം. നമുക്ക് ഈ തണുത്ത വെള്ളം കൂടി ഡ്രെയിനേജിനകത്ത് ബോയിലായിട്ട് ചെന്ന് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ തുറന്നു വിട്ടതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ച് പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഈ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച്, ഇനി കൂടുതൽ വെന്ത് പോകാതിരിക്കാനാണിത് കേട്ടോ. ഇങ്ങനെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് സംഗതി ചെയ്തു. ഇനി സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം നമുക്ക്. അപ്പം ഈ നൂഡിൽസ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം, വെള്ളം മുഴുവൻ പോകണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് റെഡിയാക്കാം. അപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ വോക്ക് വെച്ചു. ഈ കട്ടി കുറഞ്ഞ നന്നായിട്ട് പെട്ടെന്ന് ചൂട് ട്രാൻസ്ഫർ ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടാവുന്ന ഉടനെ ഞാൻ ഇതിനകത്തേക്ക് സെസമി ഓയിൽ ഒഴിക്കുകയാണ്. കണ്ടോ, സ്മോക്ക് ചെയ്യുന്നതുണ്ടോ. അതിലേക്ക് തന്നെ ഞാൻ ഉടനെ തന്നെ ഗാർലിക്കാണ് ഇട്ടത് കേട്ടോ, വെളുത്തുള്ളി. ഈ ഗാർലിക് ഇങ്ങനെ ബ്രൗൺ കളറാകുന്ന ഉടനെ തന്നെ സവാള അരിഞ്ഞതിടാം. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളി ഒന്ന് ശരിയാകുന്ന ഉടനെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഇടാം, ക്യാരറ്റും ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ വെജിറ്റബിൾ വെച്ച് ചെയ്താൽ ഒത്തിരി സമയം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നിച്ചിടുന്നത്. വെജിറ്റബിൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, എങ്കിലേ കൊള്ളാവൂ. കുറച്ച് മഷ്റൂം ഉള്ളതും കൂടി ഞാൻ ഇടുകയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇടുന്ന സോയ സോസിലും അതുപോലെ തന്നെ ഷെസ്വാൻ സോസിലും ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല വെജിറ്റബിൾസിനകത്ത്. ഇത് നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്യാൻ പോകുന്ന മാക്സിമം തീയിൽ വെച്ച് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഇത്രയും മാക്സിമം തീയെ വെക്കാൻ പറ്റും. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇട്ട വെജിറ്റബിൾസൊക്കെ ഒരു നന്നായിട്ട് അത് ഗ്രിൽഡ് പോലെ ആകുമ്പം നമുക്ക് ക്യാബേജും കൂടെ അങ്ങിടാം. ക്യാബേജ് ഒത്തിരി നേരം കിടന്ന് വേഗണ്ട, അതിനാണ് ഞാൻ ഒടുവിലിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകലം ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ വെജിറ്റബിളിന്. പക്ഷെ നമ്മൾ ഒടുവിൽ ആ സോയ സോസ് ഒഴിക്കുന്നത് അത് മനസ്സിൽ വേണം. ക്യാബേജ് ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനിയും നമ്മളിതിനെ തീ കുറയ്ക്കണം. കാര്യം ഇതിലേക്ക് നമുക്കിനിയും സോസ് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീ നമ്മൾ കുറയ്ക്കുക. സോയ സോസ് ഒഴിക്കാം. ഇതിൻ്റെ മെഷർമെൻ്റ് അല്ല, ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ഷെസ്വാൻ നല്ല സ്പൈസി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ വാങ്ങിയ സോസാണ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല ഈ സോസ്. ഞാനൊരു 3 സ്പൂൺ ഒഴിക്കുകയാണ്.
എപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ ഈ ഷെസ്വാൻ സോസ് വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ ഇടാം. ഇനി നമുക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് ഇടാം. നൂഡിൽസിനകത്ത് വെള്ളം ഡ്രൈ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. കണ്ടോ, ഇതിനകത്തേക്ക് ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഷെസ്വാൻ സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൈസ് അനുസരിച്ച് അത് ആഡ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ പുതിയ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിയും ഒക്കെ നമുക്ക് നോക്കാം. ഇതിന് പുളിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ റൈസ് വിനെഗറും കൂടെ ഇതിനോട് ഒഴിക്കാം. ഇതിപ്പം ഞാനൊന്ന് നോക്കട്ടെ. ആൻഡ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ സ്പ്രിങ് അണിയൻസ് ആണ്. ഇതും കൂടെ ഇതിന് കുക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതും കൂടെ ചെയ്ത് നമുക്ക് സംഗതി അങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ ഷെസ്വാൻ നൂഡിൽസ് വെജിറ്റബിൾ നൂഡിൽസാണ് കേട്ടോ. ഇതെല്ലാം എനിക്ക് കറക്റ്റാണ്. ഇപ്പോൾ നല്ല സ്പൈസും എല്ലാമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ? അപ്പം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വലിയവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.